ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണല്ലോ, നമ്മുടെ ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടിയാണ്. ജനറൽ ചെക്കപ്പ് വിത്ത് സർവീസായിട്ടാണ് കയറിയാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ടാവും. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് ചെയിൻ ലൂബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ലൂബ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമുണ്ട്. ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.71 റേഞ്ചിൽ വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഓക്കെയാണ്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു അടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ആണ്. ബെയറിംഗ് പോയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് മാറണം. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പാഡ് ഫുള്ള് തീർന്നേക്കാണ്ടോ. ഇതാണ് ശരിക്കും എൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കിങ് ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് തീർന്നു. ഈ 2 ലൈനിലാണ് മാക്സിമം എൻഡിലേക്ക് എത്തി. ഈ പാഡ് മേത്തനെങ്കിൽ ഫുള്ള് തീർന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റി വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ സ്പാർക്ക് പ്ലഗും കൂടി ശരിക്കും നമുക്ക് കൂട്ടത്തിൽ കൂടെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഫുൾ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. അതായത് നമ്മൾ ഒരുപാട് ബലം പിടിച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അപ്പോൾ തൽക്കാലം അതങ്ങനെ നിർത്താം. നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് എന്തെങ്കിലും അഴിച്ചു നോക്കാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ഒടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാല വെൽഡ് ചെയ്ത് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് അടിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഈ സർവീസിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സർവീസിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊക്കെ അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തേക്കാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ എയർ ഫിൽറ്റർ ഇപ്പോൾ നമുക്ക് ഓൾറെഡി നല്ലതാണ്. അപ്പോൾ അടുത്ത സർവീസിൽ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നോക്കിയിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ കിടക്കുന്ന ഫിൽറ്റർ പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. വണ്ടി പിന്നെ അതേപോലെ തന്നെ പൊല്യൂഷൻ എടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ വർക്കുകളെല്ലാം പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ